നമ്മളൊരു പാട്ട് പാടിയിട്ടാണ് തോൽപ്പിച്ചത്. പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടാണ്ട് പാടി നാട്ടുകാരൊക്കെ അതിൻ്റെ കൂടാണ്ട് നിന്ന്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ദേഷ്യം പിടിച്ച് അവർ കേസ് കൊടുക്കാൻ പോയി. കേസ് കൊടുക്കാൻ ചെന്നപ്പണ്ട് എസ് ഐയും പോലീസും ഇതേ പാട്ടിരുന്ന് പാടുകയാണ്, ക്യാരം ബോർഡിൻ്റെ അടുത്തിരുന്നിട്ട് പോറ്റിയെ കേറ്റിയെ. അവിടുന്ന് ഇറങ്ങി ഓട്ടോറിക്ഷ കയറിയപ്പോഴും തന്നെ പാട്ട്, ബസ് കയറിയപ്പോൾ ഇതേ പാട്ട്. ഭാര്യനോട് പറഞ്ഞ് ഒരു സുഖല്യ പടക്കം പൊട്ടുകയാണ് ലീഗേർ. ഇതെല്ലാം ആയപ്പം എന്ത് ചെയ്തെന്നറിയോ, ഓളോർക്ക് പോകാൻ തീരുമാനിച്ച്. അമ്മായിമ്മ മരുവാനുണ്ട് കണ്ടേക്കണ്ട് പറഞ്ഞു, അല്ലോ അവൾ അളിയാങ്കയാണ് വരണ, അവിടെ തോറ്റില്ലേ. അത് കേട്ടപ്പോൾ ഒരു അടി പിന്നോട്ട് വെച്ച്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുണ്ടാന്നാണ് ഈ മനുഷ്യൻ ആകെ കൽബ് കുൽബായിട്ട് വരികയാണ്, കുറച്ചേരം അവിടെ നിന്ന് കിടക്കട്ടെ എന്ന് ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തള്ള പറഞ്ഞു, കുറേ ആയിപ്പം കണ്ട് വന്നിട്ട് ഈ ഓട്ടയിട്ട് കിടന്ന് കെട്ടി മാറി, എന്താ ചെയ്യുക, വിധി അയക്കാരാ, കുറച്ചൊക്കെ നിങ്ങളെ കയ്യിലിരിപ്പുണ്ട്, ഇങ്ങോട്ടൊന്നും പറയണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ടാ ഫുള്ള് മനസ്സിൽ. അപ്പോൾ പറഞ്ഞു, കുട്ടികൾക്കൊന്നും കൊടുത്തിട്ടില്ല, അത് സാരമില്ല, എന്നാലും വേണ്ടില്ല, പൈതമക്കളല്ലേ വെച്ചിട്ട് അടുത്ത പീടിയെ പോയി ഐസ്ക്രീം വാങ്ങി അളിയൻ്റെ കുട്ടികൾക്ക് കൊടുത്ത്. അളിയൻ്റെ കുട്ടികളെ നേരത്തെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ടുമ്മേ എല്ലാവർക്കും വിതരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ മരുവൻ്റെ തലയിൽ ഇങ്ങനെ വിരലോടിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ കുട്ടി ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊളിഞ്ഞ് പാണ്ടൊന്നും പോണ്ട, ജാതി ഇതൊക്കെ കണ്ട് ആകെ പിരാന്താ നിൽക്കണ്ട, അത് സാരമില്ല, വരണല്ല, അങ്ങോട്ടൊക്കെ മാറിക്കോളുമായിരുന്നു. അപ്പോൾ ഈ ഐസ്ക്രീം തിന്നുന്ന കുട്ടീനോട് അളിയാങ്ക പറഞ്ഞ്, കുട്ടികളെ ഉറക്കായിരുന്നില്ലേ ഒരു പാട്ട് കടിക്കാണി. അപ്പം കുട്ടികൾ പറഞ്ഞ്, സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ. അപ്പം അതിലും കുടുങ്ങി. ചുരുക്കി പറഞ്ഞ് ആകെ ഇടങ്ങറായിട്ട് നിൽക്കുമ്പോൾ വാട്സപ്പ് ഇങ്ങനെ നോക്കുക. ആ വാട്സപ്പിൽ ഇങ്ങനെ ഒരു അറബിയുടെ ഫോട്ടോ. അപ്പം എന്താ, ദുബായിൽ ജോലിക്ക് പോയവന് സൂപ്പർ മാർക്കറ്റിൽ അറബിക്കും ഇതാ പാടി കൊടുക്കണം. അറബി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇവൻ്റെ കേട്ടിട്ട് ഇവൻ പാടുകയാണ്, എന്ത് പോറ്റിയെ. അപ്പം അറബി പോത്തിയെ കേറ്റിയെ കേത്തിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. അപ്പോൾ അറബി സ്വർണം ചേമ്പായി മാറ്റി. അറബിക്ക് അർത്ഥം അറിഞ്ഞിട്ടൊന്നുമില്ല, ഒരുപാട് ചേമ്പ് അരിച്ചിക്കണെന്ന് അയാൾക്ക് മനസ്സിലായിക്കണം. ചുരുക്കി പറഞ്ഞ് അങ്ങനത്തെ ഒരു കുഞ്ഞിരായും കുടിക്കൽ നിങ്ങൾ അടുത്ത് പെട്ടിട്ടില്ല.